എക്സൽ മീഡിയയുടെ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്സൽ മീഡിയയുടെ ഫ്ലോറിലായിരിക്കുന്നത് പാസ്റ്റർ ബിനോജി വിൽസൺ, മകൻ ജേക്ക്, വൈഫ് ഷാമിലി. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ജെയ്ക്കിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ജെയ്ക്ക് ഡെങ്കി ഫീവർ ആയിട്ട് ബ്രെയിനെ ബാധിച്ചിട്ട് കോമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ICUലായിരുന്നു. പല ഹോസ്പിറ്റലിൽ മാറി മാറി ചികിത്സിച്ചു. എന്നാൽ നമ്മൾ മുഴുവൻ എല്ലാവരും ജെയ്ക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം സൗഖ്യം കൊടുത്തു. അപ്പോൾ തൻ്റെ അനുഭവമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സമയം ഞങ്ങൾ കടന്നുപോയ, ഞങ്ങൾ അനുഭവിച്ച ജീവിതത്തിൽ ഏകാന്ത നിമിഷങ്ങളും ആരും സഹായമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും ദൈവം തന്നെ ദൂതന്മാരെ പല വ്യക്തികളിലൂടെ, പലരിലൂടെ, നമ്മൾ അറിയാത്ത ആൾക്കാരിലൂടെ ദൈവം ഞങ്ങളെ സഹായിച്ച വിധങ്ങൾ ദൈവജനത്തിന് മുൻപിൽ നിങ്ങളുടെ ഒരു ആത്മീക വർധനയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രകാരം ഒരു സാഹചര്യം ഒരുക്കി എക്സൽ മിനിസ്ട്രീസുള്ള നന്ദിയെ അറിയിക്കുന്നു. ഞാനും എൻ്റെ വൈഫ് ഷാമിലി, പ്രിയ മകൻ ജയ്ക്ക്, ഞങ്ങൾ 3 പേര്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ ഏകദേശം 18 വർഷമായിട്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചയുടെ ബന്ധത്തിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അതികഠിനമായിരിക്കുന്ന ഭാരത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു വേദന ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഒരിക്കലും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ അതികഠിനമായ വേദനയാണ് ഞാൻ കടന്നുപോയത്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലാകുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു. ഞങ്ങൾ 3 പേരും അറ്റ് എ ടൈം സിക്കാവുവാനും പല വ്യത്യസ്തമായ രീതികളിൽ ആയിത്തീരുവാൻ ഇടയായിത്തീർന്നു. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ അവസ്ഥ. ഷാമിലേക്ക് 2023 ജൂൺ 30 എൻ്റെ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി നടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനും ഒരു പനി ബാധിച്ചത്. പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ പനി അത് കുറഞ്ഞില്ല. പിന്നെ പനി ഒത്തിരി കൂടിക്കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തോണ്ടേ മോന് ഡെങ്കു പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അവിടെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോണ്ടേ ബ്ലഡ് കൗണ്ട് 40,000 പ്ലേറ്റ്ലെറ്റായി. മോന് WBC കൗണ്ട് 1000 ആയി. ഇവർ 2 പേരും സിക്കായിട്ടിരുന്ന സമയത്ത് ഇവർ 2 പേരും എന്നോട് പറയുന്നില്ല എന്താ അവസ്ഥയെന്ന്. ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് മോൻസി അങ്കിള്, ആ സമയത്ത് ഇവർ 2 പേരും വിളിച്ചു. അവരവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ അവിടുന്ന് ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് അവരെ 2 പേരെ ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. എനിക്ക് നടക്കാൻ സാധിക്കുകയില്ല. ഒരു ക്രച്ചസ് വെച്ചാണ് നടക്കുന്നത്. ഒരു സഹായമില്ലാതെ ഭവനത്തിൽ തന്നെ ഇരുന്ന സമയത്ത് ഇവർ 2 പേരും ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത്, ആ സമയത്ത് ഡെങ്കുവിൻ്റെ സീസണാണ് ബാംഗ്ലൂരിൽ നടക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ ബെഡുകളില്ല. ഡോക്ടർ പറയുന്നു ഇവർക്ക് 2 പേരും സീരിയസ് ആണ്, ഇവരെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. വാർഡിൽ ബെഡ് കിട്ടാതിരുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടി ഒരു ബെഡ് 2 പേർക്കും അവിടെ സെറ്റ് ചെയ്തു കൊടുത്തു. അവിടെ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ബെഡിൽ കിടന്ന സമയത്താണ് മോന് ഛർദിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ണുകൾ 2 മധ്യത്തിലോട്ട് മറിഞ്ഞു പോകുന്ന അനുഭവം കണ്ടു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ വിളിച്ചു. അവിടെ ഒരു ന്യൂറോ ഡോക്ടറിനെ വിളിച്ചു, ഡോക്ടർ പ്രമോദ്. ദൈവമായിട്ട് ആ ഡോക്ടറിനെ, അപ്പോളോ ഹോസ്പിറ്റലാണ് ആ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്, അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഓൺ ദ വേയിലാണ് വിളിച്ചത്. പെട്ടെന്ന് വന്നു, അവനെ നോക്കി ഉടനെ പറഞ്ഞു CT MRI ചെയ്യണം, അവൻ്റെ സീരിയസ് കണ്ടീഷനിലോട്ട് പോവുകയാണെന്ന്. അവിടുന്ന് പെട്ടെന്ന് ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. ഇവർ 2 പേരേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഞാൻ ഭവനത്തിലാണ്, എന്നെ ഇതൊന്നും അറിയിക്കുന്നില്ല, ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ദൈവത്തിൻ്റെ ദൂതനെ പോലെ പാസ്റ്റർ ബിനു മാത്യു, അവരുടെ വൈഫ് റോൺസി സിസ്റ്റർ, വേറെ ഒരു സിസ്റ്റർ ഷൈനി സിസ്റ്റർ,
പിന്നെ കുറച്ച് സഭാവിശ്വാസികളും കൂടെ അവിടെ കടന്നു വന്നു. അവർ മോനെയും കൊണ്ട് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പോയി. അവന് ബോധം മറിഞ്ഞു പൊക്കോണ്ടിരിക്കുമായിരുന്നു. അവനെ അവിടെ കൊണ്ടു ചെന്നു, MRIക്ക് കയറ്റി, ബോധം പോയി. MRI ഇറങ്ങി വന്നോണ്ടേ അവൻ കോമ സ്റ്റേജിലോട്ട് പോവുമായിരുന്നു. അവിടുന്ന് അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. മാതാവില്ല, പിതാവില്ല, സഭാവിശ്വാസികൾ അവിടുന്ന് കൊണ്ടുവന്നു. എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിർത്തി ഒന്ന് കാണിച്ചു. കുഞ്ഞ് കോമയിലോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് അപ്പോളോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നോണ്ടേ റിജക്റ്റായി. അവിടെ ഈ ഹൈ റിസ്ക് ആണ്, ഇവനെ ശരിക്കും കിട്ടത്തില്ല എന്ന് അവർക്കറിയായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഡോക്ടർ പ്രമോദ് ഫോൺ വിളിച്ചു. ശരി, നിങ്ങൾ എന്നാൽ അവിടുന്ന് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ. രാത്രിയായി. അവിടുന്ന് പോയി ആംബുലൻസെ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നുണ്ട്. ദൈവദൂതന്മാരായിട്ട് നമുക്ക് പോലും അറിയാത്ത വ്യക്തികളെ ദൈവം അവിടെ ഒരുക്കി. വഴിയിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ആ ട്രാഫിക്കിന്റെ മധ്യത്തിൽ കുറേ ചെറുപ്പക്കാർ പിള്ളേരെ അവിടെ ആക്കി അവർ വഴി മാറ്റി കൊടുത്ത ഈ ആംബുലൻസ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിന് ഒട്ടും അറിയത്തില്ല, അൺകോൺഷ്യസ് ആയി പോയി. അവൻ ഫുള്ള് കോമ സ്റ്റേജിലോട്ടായി. അവന് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാതെ ഡോക്ടർമാർ കുറച്ചു നേരം അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് അവൻ വെന്റിലേറ്ററിലോട്ട് പോയി. വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. എൻ്റെ ഹസ്ബൻഡും പിറ്റേ ദിവസമാണ് അറിയുന്നത്. പാസ്റ്ററും കുടുംബവും സഭാവിശ്വാസികളും കാറയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കുഞ്ഞിനെ ദൈവമേ നീ തൊടണമേ, മെഡിക്കൽ ഫീൽഡ് വിട്ടു, കർത്താവിൻ്റെ അത്ഭുതമാകുന്ന കരം അവിടെ പ്രവർത്തിക്കണേന്ന് പറഞ്ഞുകൊണ്ട് അവർ രാത്രി മൊത്തവും വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി. കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ എടുക്കാൻ ഡോക്ടർമാർ റെഡിയായി. അപ്പോൾ പാസ്റ്ററും കുടുംബവും സഭാവിശ്വാസികളും പറഞ്ഞു, അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല, മോൻ കോമയിലാണെന്ന് അറിയില്ല, വെന്റിലേറ്ററിലാണ് അറിയില്ല. നിങ്ങൾ വെന്റിലേറ്റർ എടുക്കരുത്, ദൈവം പ്രവർത്തിക്കും. അവർ വന്ന് കണ്ടതിന് ശേഷം അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഞാൻ വിവരം അറിഞ്ഞു കഴിഞ്ഞോണ്ടേ എന്നെ ആ പാസ്റ്റർ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നോണ്ടേ മോൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഏത് മാനുഷ്യമായ കരങ്ങളും നമ്മൾ അവിടെ തളർന്നു പോകും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരം അവിടെ എന്നോട് കൂടെ ഇരുന്നു. ഒന്ന് കരയാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയില്ല. ദൈവം എന്നോട് കൂടെ ഇരുന്ന് ഞാൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. മോനെ, യേശുവിൻ്റെ രക്തത്താൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു, നീ പേടിക്കേണ്ട, നിനക്ക് പനി മാത്രമേ ഉള്ളൂ, നീ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലും എൻ്റെ ഇടത്തും വലത്തുമായിട്ട് ഒരു സഭ മൊത്തം വിശ്വാസികള്, പാസ്റ്ററും കുടുംബവും ദൈവം അവിടെ ഒരുക്കി. മാനുഷ്യമായ തലത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും, എന്ത് ചെയ്യണം? ഭർത്താവ് ഹോസ്പിറ്റല്, മകന് ഹോസ്പിറ്റല്, എനിക്ക് നടക്കാൻ വയ്യ, ക്രച്ചസ് വെച്ച് നടക്കുന്നു. മാനുഷ്യമായ രീതിയിൽ എന്തും ആ സമയത്ത് സംഭവിക്കും. ഓടിപ്പോണോ എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാത്ത സമയത്ത് ദൈവം അവിടെ ഞങ്ങളെ കരുതി. ദൈവം ഓരോ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും ആ കഷ്ടതയിൽ ഒരു നീക്കുപോക്ക് ദൈവം തന്ന് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആദ്യം പോകാൻ പറ്റിയില്ല. ഞാൻ വേറൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ്, പുള്ളിക്കാരി വീട്ടിൽ, കുഞ്ഞവിടെ. പക്ഷെ എനിക്ക് അതിൻ്റെ റിയൽ സ്ഥിതി എനിക്കറിയുന്നില്ല. എൻ്റെ ചിന്ത, കുഞ്ഞിനെ കൊണ്ടുപോയി ICUയിൽ അഡ്മിറ്റായി 1 or 2 days കഴിഞ്ഞ് അവൻ മടങ്ങി വരും. പുള്ളിക്കാരി എന്നെ വിളിച്ചു ചോദിച്ചു, മോൻ എന്തിയെ? ഞാൻ പറഞ്ഞു, മോൻ ഇവിടെ കിടപ്പുണ്ട്, വീഡിയോ കോൾ വിളിക്കുക. ഇല്ല, കുഴപ്പമില്ല, അവൻ ഉറങ്ങുക. ഒരു 2 ദിവസം ഞാൻ അങ്ങനെ തള്ളി നീക്കി. പിന്നെയാണ് ലേറ്റർലി കുറേശ്ശെ ആൾക്കാർ ഭവനത്തിൽ വരുവാൻ തുടങ്ങി. കുഞ്ഞ് മരിച്ചു എന്നുള്ള രീതിയിൽ ഒത്തിരി പേര് വീട്ടിൽ വന്ന് നോക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരിക്ക് സംശയം തോന്നി. അങ്ങനെയാണ് കുറേശ്ശെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവൻ്റെ വെന്റിലേറ്റർ കിടക്കുന്ന ഫോട്ടോ പെട്ടെന്ന് നമ്മൾ കാണുവാനിടയിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി ആദ്യം അറിയുന്നത്. അപ്പോഴും ഞാൻ അറിയുന്നില്ല. ഞാൻ അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ നോക്കുവാൻ നമ്മുടെ ബെതസ്ത AG, രാജാജിനഗർ, ബാംഗ്ലൂർ, പക്ഷേ ബിനുമത്ത് എന്നെ നോക്കുവാൻ നൈറ്റിലൊരാൾ, മോർണിംഗിലൊരാൾ, ഈവനിങ് 3 പേര് എനിക്കുണ്ട്. സെയിം വേ ജയ്ക്ക് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ജയ്ക്ക് നൈറ്റ് 2 പേര് ICUവിന് പുറത്ത്
കിടക്കാൻ പറ്റുന്ന ബെഡില്ല, പുറത്തിരിക്കുക. പകല് രാവിലെ അവരുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ അടുത്ത രാവിലെ മോർണിംഗ് അടുത്ത 2 പേര്, ഈവനിങ് അടുത്ത 2. ഇവരെല്ലാം വർക്കിംഗ് പീപ്പിളാണ്. അവരവരുടെ ഫാക്ടറി ഉണ്ട്, വർക്കുണ്ട്, അവരുടെ ജോബുണ്ട്, ബിസിനസ്സുണ്ട്. ഇതിനിടയ്ക്ക് രാത്രി 10 മണിക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നൈറ്റ് ഫുള്ള് കുഞ്ഞിന് കാവലിരിക്കുക. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം സിസ്റ്റർ ഇതെല്ലാം അറിഞ്ഞപ്പം സിസ്റ്റർ ഇതെങ്ങനെ ഓവർകം ചെയ്തു? പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ അതെങ്ങനെ സഹിക്കാൻ പറ്റി? അതെങ്ങനെ ഓവർകം ചെയ്തത്? എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, മോൻ ഇതുപോലെ ഹോസ്പിറ്റലാണ്, സെൻറ് ജോൺസ് ഹോസ്പിറ്റലാണെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട്. എൻ്റെ മോൻ എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയാം. അവിടെ ഓർത്തഡോക്സ് ചർച്ചിലെ അച്ഛൻ വരുന്നു, പ്രാർത്ഥിക്കുന്നു, സഭാവിശ്വാസികൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു. എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് എന്തോ എന്നല്ല ചോദിക്കുന്നത്, എൻ്റെ മോനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ജയ്ക്ക് എങ്ങനെയുണ്ട്, അപകടനില തരണം ചെയ്തോ? ഈ ചോദ്യം കേട്ടോണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് എന്തോ ഉണ്ടെന്ന്. പെട്ടെന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, നീ കരയരുത്, നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞങ്ങളുടെ ഓണർ എല്ലാം അവിടെ വന്നിരിപ്പുണ്ട്, 3-4 വ്യക്തികളുണ്ട്. അവരുടെ മുമ്പ് വെച്ച് വലിയതായിട്ട് കരഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞു. ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് കയറിയുണ്ടേ എനിക്കൊരു ശബ്ദം കേട്ടു, നീ എന്തിനാ കരയുന്നേ, നീ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു ശബ്ദം കേട്ട് പിന്നെ ഞാൻ കരഞ്ഞില്ല. എൻ്റെ മോനെ കാണാൻ പോയോണ്ടേ എനിക്ക് കരച്ചിലല്ല അവിടെ വന്നേ, എനിക്കൊരു ശക്തിയാണ് വന്നത്. ആ ശക്തിയിൽ ഞാൻ അവനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. പിന്നെ എനിക്ക് പാട്ടുപാടാനും 91 സങ്കീർത്തനം അവൻ്റെ ചെവിയിൽ പോയിരുന്ന് പറഞ്ഞു, 91 സങ്കീർത്തനങ്ങൾ. പിന്നെ പാട്ടുപാടി പ്രാർത്ഥിച്ചു. ഒന്നും അവൻ കേൾക്കുന്നില്ല, ഒന്നും. അവന് കോമയിലേക്ക് പോയി. പക്ഷെങ്കിൽ അവിടെ ഇരിക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട് ഞാൻ എന്തുവാണ് ചെയ്യുന്നതെന്ന് വെച്ചോണ്ട്. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മകൻ തിരിച്ചു വരുമെന്നുള്ളത്. ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. എല്ലാവരും കിട്ടത്തില്ല, നീ ദൈവത്തിൽ പരമേൽപ്പിക്ക്, അവൻ പോട്ട് കഷ്ടപ്പെടാതെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അകത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന്. എപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും അവനറിയാവുന്ന വാക്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ത്തിന്റെ ഒരു ബലം, കർത്താവ് ബലം തന്നോണ്ട് നമുക്കൊന്ന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? ദൈവത്തിന്റെ കരുതല് അവിടെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. ആ വലിയൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഞങ്ങൾക്ക്. ഓക്കെ, പാസ്റ്റർ അതെങ്ങനെ ഓവർകം ചെയ്തു? പാസ്റ്റർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ജീക്ക് വയ്യാതിരിക്കുന്നു അറിഞ്ഞു. കാരണം ഞാൻ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ പൈസ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. പാസ്റ്റർ പറഞ്ഞു, ഒരു വാക്ക്, കുഞ്ഞ് തിരിച്ചു വരട്ടെ. എത്ര പൈസ വേണമെങ്കിൽ ചർച്ച ചെയ്യുന്നവർ നമുക്ക് കടമായിട്ട് തരാൻ ആൾക്കാർ റെഡിയാണ്. കുഞ്ഞ് തിരിച്ചു വരട്ടെ. അന്നേരം എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒത്തിരി ആശ്വാസമുണ്ട്. കാരണം നല്ലൊരു ദൈവദാസൻ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ. പുള്ളിയുടെ കരങ്ങളിൽ അവരെടുത്തുകൊണ്ടുപോയി ചർച്ച് മൊത്തം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഞങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു അദൃശ്യ ശക്തി ഞങ്ങളുടെ മേലുണ്ടെന്ന്. കാരണം ബാംഗ്ലൂർ പട്ടണത്തിൽ നമ്മളെ സഹായിപ്പാൻ വേറെ ആരും, പ്രത്യേകിച്ച് നമ്മളെന്നാൽ ആർക്കാണെങ്കിലും എല്ലാവരും ബിസിയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ദൈവം വ്യത്യസ്തമായ സപ്പോർട്ടിങ് ഹാൻഡ്സ്, ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ടൈമിൽ ഫുഡ് കൊണ്ടുവരാനാണെങ്കിലും നമ്മളറിയാത്ത വഴികളെ ദൈവം തുറന്നു തന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ദൈവം നടത്തുവാൻ ശക്തനാണെന്നൊരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവം സഹായിച്ചു. നമ്മൾ ജേക്കിലേക്ക് പോകാം. ജേക്കിന്റെ അനുഭവം എന്താണെന്നൊന്ന് പറയാമോ? On 2022, I had a dream that I was going through the valley of death. ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഇവനൊരു ദർശനമുണ്ടായിരുന്നു. 2022 ഒരു മരണകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദർശനം അവനുണ്ടായിരുന്നു. On September 15th, I got admitted onto St. John's Hospital. After that, I didn't know anything. 15-ാം തീയതി അവന് സെന്റ് ജോൺസിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് അവൻ അറിയത്തില്ല. And after some days, my mom used to come and pray for me, sing songs for me. അവന് ഐസിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ ചെറിയ മൈൻഡിലാണ് ചെറിയൊരു കോൺഷ്യസ് എന്ന് പറയാനില്ല. അതിനിടയ്ക്കും പറയുന്ന അവൻ്റെ അമ്മ അടുത്ത് വന്ന് പാട്ടുകൾ പാടുകയും വാക്യങ്ങൾ വായിക്കുകയും ഇതൊക്കെ അവൻ്റെ ചെറിയ മൈൻഡിൽ, ചെറിയ മീൻസ് 1%, 5% ഒക്കെ ഉള്ളു. ഞങ്ങൾ വിളിച്ചാൽ പോലും അവനെ അറിയത്തില്ല. അവൻ്റെ കണ്ണൊക്കെ അടഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. വിളിച്ചാൽ പോലും കണ്ണ് അവൻ്റെ കണ്ണിൻ്റെ മേൽ കണ്ണ് പാസ് ചെയ്തപ്പോൾ അവന് കാണാൻ പറ്റുന്നില്ല. വിഷൻ ലോസ്റ്റ്, അവൻ്റെ ഒന്നുമില്ല, ടോട്ടലി ലോസ്റ്റ്. അവൻ്റെ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസിലെ ഡോക്ടർ, മലയാളി ഡോക്ടറോട്, ന്യൂറോ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ, പുള്ളിക്കാരൻ
അറിയാവുന്ന വേറൊരു വ്യക്തിയെ വിളിച്ച് പറഞ്ഞു ഇന്റേണൽ ഓർഗൻസ് ഫുൾ ഡെഡായി, കിഡ്നി ഇന്റേണൽ ഓർഗൻസ് ഡെഡായി. പിന്നെ എവിടുന്ന്? കാരണം ബ്ലഡ് ബ്രെയിൻ ക്ലോട്ടായി, ഡെങ്കു എൻസെഫലിറ്റിസ് ആയി, താഴോട്ടുള്ള എല്ലാ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഡെഡായി, എല്ലാ ഓർഗൻസ് ഡെഡായിട്ട് വെന്റിലേറ്റർ മാത്രത്തിൽ കിടക്കുന്ന സമയത്താണ് ഷാമിലി പ്രാർത്ഥിക്കുന്നു, അവന് ചില വാക്കുകൾ കിട്ടും. Like that, I got 2 verses. ആ സമയത്ത് അവന് 2 ബൈബിൾ വചനങ്ങൾ കിട്ടുവാനിടയിൽ തീർന്നിട്ടുണ്ട്. Psalms 23:4, which says, even though I walk through the valley of death, I won't be afraid. സങ്കീർത്തനം And your shepherd's rod and your hand staff will comfort me. സങ്കീർത്തനം 23:4 പറയുന്ന കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. And Psalms 91:7, which says, 1,000 may fall on your side, 10,000 may fall on your other side, which may not come near you. 91 സങ്കീർത്തനം 7 വാക്യം പറയുന്ന പോലെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരിക. 2 വാക്യം അവൻ്റെ ആ അൺകോൺഷ്യസ് മൈൻഡിനകത്ത് ദൈവം കൊടുത്ത ഒരു ബലമായിരുന്നു അതിനകത്ത്. And from there, after my ventilator and ICU, after that doctor shifted me to room. കുറച്ച് ദിവസത്തെ ICUവിന് ശേഷം, വെന്റിലേറ്ററിന് ശേഷം വെന്റിലേറ്റർ കുറച്ച് റിമൂവ് ചെയ്തു, പിന്നെയും ICU തന്നെ ആയിരുന്നു. അതിനുശേഷം അവനെ റൂമിലേക്ക് മാറ്റി. And Pastor Binu Matthew Pastor and his wife used to come weekly once. അതുപോലെ ബിനു മാത്യു പാസ്റ്റർ, റോൺസി സിസ്റ്റർ റോൺസി, അവിടെ ചർച്ച വിഷയം, പിന്നെ ഞങ്ങളുടെ കസിൻ ജോജി, ഇവരൊക്കെയാണ് അവിടെ ഹോസ്പിറ്റൽ ആ സമയത്ത് കയറി. ഞങ്ങൾ ആരുമില്ലാത്ത, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, കാരണം നമുക്ക് പോകാനറിയത്തില്ല. ഞങ്ങളെ കൊണ്ടുപോകണം, ചെല്ലണം, കാണണം, തിരിച്ച് ജസ്റ്റ് ഞങ്ങളും ഒരു ഗസ്റ്റിനെ അല്ലെങ്കിൽ എന്താ പറയുക പോയി കാണുന്ന ഒരു രീതിയിലാണ്. കാരണം ഞങ്ങൾക്ക് അവരെ കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സാഹചര്യമല്ല ഞങ്ങളുടേത്. And after 34 days, I got discharged from St. John's. 34 ദിവസം അങ്ങനെ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, കാരണം നമ്മുടെ വീടിനോട് ഒത്തിരി ദൂരെയാണ്, ഏകദേശം 34-40 കിലോമീറ്ററാണ് ബാംഗ്ലൂരിലെ ട്രാഫിക്ക്. 34 കിലോമീറ്റർ ഉള്ള, ബട്ട് അവിടെ പാസ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ വേണം. ഒരാൾക്ക് പോയിട്ട് പറഞ്ഞാൽ വളരെ സ്ട്രഗിളാണ്. അങ്ങനെ ആ ഒത്തിരി പേർക്ക് അങ്ങനെ പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ റൂമൊക്കെ കിട്ടി ഞങ്ങളവിടെ താമസിച്ചു. അവിടുത്തെ അച്ഛന്മാർ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യായിരുന്നു. ഈവൻ അവിടുത്തെ കന്യാസ്ത്രീമാർ അവരുടെ ചാപ്പൽ അവർ ജയിക്കിൻ്റെ പേര് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസ് മലയാളീസ് ഒത്തിരി പേര് അവരൊത്തിരി സപ്പോർട്ടീവായിരുന്നു. അവരുടെ ഹോസ്റ്റൽ പ്രെയറിൽ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. And many people from Orthodox Church, Pentecostal Church and Mathoma Church, they prayed for me. അതേപോലെ ചർച്ചുകളായി പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ എല്ലാ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നല്ല, നമ്മുടെ ഓൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്താ പറയുക ഒരു യൂണിറ്റി നമുക്കുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ബാംഗ്ലൂരിലാണെങ്കിൽ അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ച് ഫാദർ ഷിജു അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ചർച്ച എല്ലാ ആഴ്ചയിലും ഫസ്റ്റ് പ്രെയർ ഇതാണ്. അവരുടെ ഒരു ബുക്കുണ്ട്, അതിനകത്ത് പുള്ളി വന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് പ്രെയർ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിക്കും. അവർ കണ്ടിന്യൂസ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ മർത്തോമ ചർച്ചുകളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ഈ TPM ചർച്ച്, കാത്തലിക് ചർച്ച്, എല്ലാ ചർച്ചസിലും ജയിക്കിൻ്റെ പേര് പറഞ്ഞു. ഈവൻ അവനെ അറിയത്തില്ല, ബട്ട് ജയിക്ക് എന്ന പേര് എല്ലാവർക്കും എന്ത് ചെയ്യാം ഫെമിലിയർ. കാരണം പ്രാർത്ഥനയിലൂടെ ഒരു വിടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ ദിവസം സഹായിക്കും. Again after 1 week, again I had breathing issues. Then again we went to St. John's. പക്ഷേ ഞങ്ങൾ ആദ്യം 34 ദിവസത്തെ അഡ്മിഷന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്നു വീട്ടിൽ. അവർ പറഞ്ഞ് കുഴപ്പമില്ല, പാം കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം നൈറ്റ് പെട്ടെന്ന് ബ്രീത്തിങ് ഇഷ്യൂ വന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നൈറ്റ് 2 o'clock എന്നെ ആശുപത്രി കൊണ്ടുപോകുക, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നൈറ്റ് വീണ്ടും സെന്റ് ജോൺസ് കൊണ്ട് ICUവിൽ തന്നെ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. Again 4 to 5 days we were in St. John's. Then we got discharged from there. അവിടെ ഒരാഴ്ച കാലം അഡ്മിറ്റ് ചെയ്ത ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. And doctor and pulmonary doctor referred us to Narayana Hirthalaya. സെന്റ് ജോൺസിൽ ഈ പൾമനോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് പൾമനോളജിസ്റ്റ് അവർ ബേസിക്കലി അവർ കെയർ ചെയ്യുന്നത്. പുള്ളി ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് പറഞ്ഞു
പിന്നെ കണ്ടിന്യൂസ് വെന്റിലേറ്റർ കിടന്നുകൊണ്ട് ഏകദേശം 11-12 ഡേയ്സിലേക്ക് വെന്റിലേറ്റർ കിടന്നുകൊണ്ട് എയർവേ ബ്ലോക്കായിട്ട് സ്റ്റെനോസിസ് പോലെ കുറച്ച് ഷ്രിങ്ക് ആയി തരും. മനസ്സിൽ അകത്ത് വേറെ മാംസം വളർന്ന ശേഷം ഇത് ഷ്രിങ്കായി, കാരണം എയർ പാസേജ് നടക്കുന്നില്ല ഈ ഭാഗത്ത്. എന്നിട്ട് അതുകൊണ്ട് ശ്വാസം എടുക്കാൻ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് അവരവിടെ പറ്റാത്തതുകൊണ്ട് നാരായണ മൾട്ടി സ്പെഷ്യാലിറ്റി, ബാംഗ്ലൂർ ഏറ്റവും ടോപ്പ് ഒരു ഹോസ്പിറ്റലാണ്, നാരായണ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. There in Narayana Hospital, doctor said to do balloon dilatation. അവർ പറഞ്ഞു ജസ്റ്റ് നമ്മുടെ ഹാർട്ടിനൊക്കെ ബലൂൺ തെറാപ്പി ചെയ്യുന്ന പോലെ മൂക്കിനകത്തൂടെ തൊണ്ടയ്ക്ക് ഇറക്കിയിട്ട് ആ ബ്ലോക്കേജ് ആയിട്ടുള്ള ഭാഗത്ത് ബലൂൺ ഇറക്കി അതിനെ വികസിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ബലൂൺ ഡൈലറ്റേഷൻ എന്ന് പറയും. അത് 2 പ്രാവശ്യം അവിടെ ചെയ്തു. But it didn't found success. പക്ഷേ അത് അവന് സക്സസ് ആയാലും ഇത് അഗെയിൻ ദ ബ്രീത്തിങ് ഇഷ്യൂസ് അവന് ഉണ്ടായിക്കൊണ്ടിരുന്നു. Again, our family friend Sajan uncle and Dr. Iron had referred us to, had forced us to CMC Hospital Vellore. ഞങ്ങൾക്ക് ആ സമയത്തും വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെൻറ്റ് പോയിക്കോ. ഞങ്ങളുടെ ഫാമിലി ഒരു അങ്കിളാണ് സാജൻ അങ്കിള്, അവരുടെ മോള് ഡോക്ടർ ഐഡ, ദെൻ ഡോക്ടർ ഗിഫ്റ്റി, ഷീസ് വർക്കിംഗ് ഇൻ വെല്ലൂർ. എന്നാൽ ഇവർ തമ്മിൽ നേരത്തെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അവിടെ പോകുന്ന ഞങ്ങളുടെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വെല്ലൂർ പോകുന്നു, വെല്ലൂരിലെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് അറിയാം ബെസ്റ്റാണ്. പക്ഷേ അവിടെ പോയി സ്റ്റേ ചെയ്യുന്നത് എങ്ങനെയാണ്, ആര് ഞങ്ങളെ കയറി, എവിടെ താമസിക്കും, ഒത്തിരി ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മുമ്പിൽ. അവിടെ ഞങ്ങൾ പോകാതിരുന്നു. പക്ഷേ ഇവർ ഞങ്ങൾ ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഞങ്ങളെ ഫോഴ്സ് ചെയ്തു. On 12th December, it was our first admission on CMC Hospital Vellore. അങ്ങനെ 12-ാം തീയതി ഡിസംബറിൽ CMCയിലേക്ക് ഞങ്ങൾ രാവിലെ കടന്നുപോയി. Pastor Binu Matthew and his wife had came and prayed for me 2 days. അന്നും ഞങ്ങൾക്ക് വെല്ലൂരിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ബെനുമാത്തി പാസ്റ്ററും വൈഫ് രാവിലെ 4 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു പോകാൻ. ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞങ്ങളെ വിളിച്ചിറക്കി, ഞങ്ങളെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വെല്ലൂർ പോയിട്ട് ഏകദേശം 5 hours ജേർണി ഉണ്ട് അവിടുന്ന്, ബാംഗ്ലൂരിൽ നിന്ന് CMC വെല്ലൂർ വരെ. അവിടെ വന്ന് അവർ 2 ദിവസം അവിടെ താമസിച്ചു, ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു. And on Dr. Suma Susan Matthew and Dr. Roshni and her team had were my doctors. അവിടെ ENT 1, 2, 3, 4, 5 അങ്ങനെ പല ടീംസ് ഉണ്ട്. അപ്പോൾ ഈ എയർവേ റിലേറ്റഡ് ENT 5 ആണ്. ഓരോ ടീമിൽ ENT വെല്ലൂരിനെ സംബന്ധിച്ച് മൂക്കിന് ഒരാൾ, ചെവിക്ക് ഒരാൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ENT 5ൻ്റെ ഭാഗമാണ് ഇത് വരുന്നത്. അവിടെ ഡോക്ടർ സുമാ സൂസൻ മാത്യു, ഡോക്ടർ റോഷ്നി, അതുപോലെ ഡോക്ടർ ഗിഫ്റ്റി ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഡോക്ടറാണ്. And they planned to do a surgery on December 18th. ഡിസംബർ 18-ാം തീയതി ഒരു സർജറി ചെയ്യുവാൻ വേണ്ടി അവർ പറഞ്ഞു. അവൻ്റെ ഈ കഴുത്തിൽ ഇവിടെ ഒരു മാർക്കുണ്ട്, മാർക്കുണ്ട്. It was a 5 years major surgery. അതൊരു 5 മണിക്കൂർ ഒരു മേജർ സർജറി ആയിരുന്നു. And after 24 days we got discharged from CMC Vellore. അവിടെ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ 3 ഓപ്ഷൻ ഞങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ നോർമലായിട്ട് മൂക്കിനകത്തൂടെ തന്നെ ചെയ്തിട്ട് അതിനകത്തൂടെ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളത് എടുക്കാം. ഇല്ല എങ്കിൽ രണ്ടാമത്, ഇവിടെ ഇങ്ങനെ മൊത്തം കട്ട് ചെയ്തിട്ട്, ഇവിടെ നമുക്ക് വിസിബിൾ ആണ് അവൻ്റെ ഇത്രയും സ്റ്റിച്ചസ്, ഇത്രയും കട്ട് ചെയ്തിട്ട് ഇതിനകത്തൂടെ ആ സ്റ്റെനോസിസ് അല്ലെങ്കിൽ ആ തിക്നെസ് വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ, ഇത് രണ്ടിലും സക്സസ് ആയെങ്കിൽ ട്രക്യോസ്റ്റമി. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ട്രക്യോസ്റ്റമി ഇവിടെ കുഴിയിട്ട് സർജറി ചെയ്ത് കുഞ്ഞിനെ സേവ് ചെയ്യുക. ഇത്രയും ഓപ്ഷൻസ് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, ഞങ്ങളെല്ലാം പ്രാർത്ഥന, ട്രക്യോസ്റ്റമി ചെയ്യാതെ ദൈവമേ അവനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. And on I had a follow up on 21st February. അങ്ങനെ അവിടുന്ന് സർജറിക്ക് ശേഷം 24 ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ആയി. ദെൻ കഴിഞ്ഞ ആഴ്ച അവനൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. Doctor said his operation is success and even I am good. ഞങ്ങൾ ഫോളോ അപ്പിന് 3 മാസത്തിന് ശേഷം അവിടെ ചെന്നു. ഒരു CT റിപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് ഒരു ലാറിംഗോസ്കോപ്പി ചെയ്തു. അവിടെ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ അവർ കണ്ടിട്ട് പറഞ്ഞ് അവർ വി ആർ ഹാപ്പി എന്ന് പറയാനിടയിൽ. And after laryngoscopy they said after 3 months again a follow up. അവർ പറഞ്ഞു ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ ചെല്ലണം. അപ്പോൾ ഈ സൂസൻ മാത്യു റിലേറ്റഡ് നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരോട് ചെല്ലുമ്പോൾ, നമ്മൾ ആരും അറിയാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് മുന്നമേ വഴിയൊരുക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആദ്യം ഞങ്ങൾ പോകാൻ ഭയപ്പെട്ട സ്ഥലമാണ് വെല്ലൂർ.
കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സർജറി നടക്കുക, എമർജൻസി ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. അവിടെ ചെന്ന് ഫ്ലോ, നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ നടക്കുന്ന ആൾക്കാരുടെ ഒരു ഫ്ലോ ആണ് അവിടെ പോകുന്ന ആൾക്കാർ. അതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് അവരെ കാണുമെന്നറിയില്ല. പക്ഷേ ഈ സുമാ സൂസൻ മാത്യു പുള്ളിക്കാരെ കണ്ട് എമർജൻസി ആയതുകൊണ്ട് പുള്ളിക്കാരി സർജറിക്ക് വേണ്ടിയിട്ട് നിന്നു. ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഡോക്ടർ, അവിടുത്തെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരുടെ ചർച്ചിൽ സൺഡേയിൽ പുള്ളി ഡോക്ടർ ഹസ്ബൻഡ് ചർച്ചിൽ പോയിട്ട് ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ ENT5 ഹെഡ് ഡോക്ടർ സുമാ സൂസൻ മാത്യുവിൻ്റെ ഹസ്ബൻഡ്. ദാറ്റ് മീൻസ് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളെ കരുതുവാൻ, കാരണം ദൈവമക്കളെന്ന് പറയുമ്പോൾ നമ്മളെ കരുതുവാൻ ദൈവം ഒരുക്കുന്ന വഴി. വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് CMC വെല്ലൂർ ലഭിക്കാനുണ്ടായിരുന്നു. Even in our church, Bethesda Church, they had chain prayer. One day full of fasting. Even they prayed for me. അവിടെ ബാംഗ്ലൂരിലെ ബെതസ്ത AG ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നാട്ടിൽ ഞങ്ങൾ കൊട്ടാരക്കര നെല്ലിക്കുന്ന് IPCയിലാണ് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ IPC ചർച്ചിലും ജേക്കിന് സീരിയസ് എന്നറിഞ്ഞപ്പം തൊട്ട് ചർച്ചിൽ നൈറ്റ് 1 hour പ്രയർ അവന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വിശ്വാസം കേട്ടവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. ഓരോ അമ്മച്ചിമാരും, പ്രായമുള്ളവർ, പ്രായമില്ലാത്തവർ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ലോകത്തിന് നാനാഭാഗങ്ങളിലുള്ള എല്ലാ ദൈവമക്കളെന്ന് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലൂടെ കാണുന്നവരൊക്കെ എന്ത് ചെയ്തു? അവന് വേണ്ടി പ്രാർത്ഥിക്കാനിടയിൽ തീർന്നു. And even the whole world Christians had prayed for me. എല്ലാ ക്രൈസ്തവ കമ്മ്യൂണിറ്റികളും ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. Thank you for this opportunity. അതുപോലെ പ്രാർത്ഥിച്ച എല്ലാവർക്കുള്ള നന്ദിയും നമ്മുടെ എക്സാം യൂണിവേഴ്സിറ്റിക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ജയിക്കിൻ്റെ സന്തോഷവും അവൻ്റെ നാമത്തിൽ. Okay, Jake. It was a really great testimony. God has done a great miracle in your life. We are praying that God may use you mightily. So I want to ask you a question. You face a lot of problems in your life. So what do you want to say to the future generation? There may be lots of children facing these kind of problems. So what do you want to say to them? This is a life, and life has many problems. We should go through against these problems by the help of God and with prayer. ഓക്കെ, താങ്ക് യു ജേക്ക്. ജേക്ക് പറഞ്ഞതുപോലെ കർത്താവിനെ ദൈവസനിൽ ഒത്തിരി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് വിടുതലും ആശ്വാസം ഉണ്ട്. ദൈവം സൗഖ്യം നമുക്ക് തരും. ജേക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പേരൻസ് ആയാൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മോനേ ഉള്ളൂ ജേക്ക്, അല്ലേ? എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന അനേകരുണ്ട്. നമ്മൾ അവരോട് എന്താ നമുക്ക് പറയാൻ കഴിയുക? അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പല രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് നമ്മൾ എന്താ ആശ്വാസമാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഏത് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയാലും ദൈവത്തെ മറന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ദൈവത്തെ വിളിക്കുന്ന ഏതൊരു വിശ്വാസിക്കും, ദൈവകൃപയിൽ നിൽക്കുന്ന ഏതൊരു വിശ്വാസിക്കും പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ മുറുകി പിടിക്കുന്ന ദൈവദൂതന്മാരാൽ നമ്മളെ കാവൽ ചെയ്തുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് സഹായിച്ചു. ദൈവം ഞങ്ങളെ ഏറ്റെടുത്തു. അവൻ്റെ കരങ്ങളിൽ ഞങ്ങൾ, അവൻ്റെ കൈയുടെ ഭുജത്തിന് കീഴിൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു അത്. ദൈവം മക്കളെ ദൂതന്മാരാൽ ഞങ്ങളെ നടത്തി. ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ കഷ്ടതയിൽ കൂടെ ഞങ്ങൾക്ക് കഷ്ടതയുടെ നടുവിലായിരുന്നു ഞങ്ങളിരുന്നത്. എന്നാലും ദൈവം അതിനൊരു നീക്കുപോക്കും തന്നു. കഷ്ടത ഉണ്ടെങ്കിലും നീക്കുപോക്കും തന്ന് ദൈവം ഞങ്ങളെ വഴി നടത്തി. 6 കഷ്ടത്തിൽ കൂടെ കടത്തി വിട്ടാലും 7ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ലെന്ന് പറഞ്ഞ പോലെ ആ തിന്മ തൊടാതെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചെന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തയായിട്ടിരിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും താണു പോകാതെ, വീണു പോകാതെ, ആത്മഹത്യയുടെ വക്കിലോട്ട് പോകാതെ ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്കത് മാത്രമേ പറയാനുള്ളൂ. ദൈവത്തിൻ്റെ കൃപ, ദൈവം വലിയവൻ എന്ന് എവിടെയും പോയി സാക്ഷി പറയുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കി. അവൻ്റെ ഒരു കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ ഞങ്ങളെ ഒന്ന് മിനുക്കിയെടുക്കുവാൻ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നിറവേറി.
സ്പിരിച്വലി ആണെങ്കിലും നമ്മൾ ഒത്തിരി കർത്താവിനോട് ചേർന്ന് മുമ്പോട്ട് പോവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്, നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിപ്പാൻ, നമ്മളെ കരുതുവാൻ ദൈവം വഴി തുറക്കും. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി പോകുമ്പോൾ ഇനി ആര് ഞങ്ങളെ കരുതും, ആർ നമുക്ക് വേണ്ടി സഹായിക്കും? ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കരങ്ങൾ നമ്മളെ സഹായിപ്പാനില്ലെങ്കിലും അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ കരുതൽ, അദൃശ്യമായ കരം പല വ്യക്തികളിലൂടെ ദൈവം നിങ്ങളെ സഹായിപ്പാൻ വേണ്ടി കടന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവത്തിലൊന്ന് കാണുവാൻ കഴിയുന്നതാണ്. ജേക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജേക്കിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയില്ല, അവേഴ്സ് പറഞ്ഞു. ഇനി അവനെ സപ്പോസ് കിട്ടിയാൽ പോലും അവൻ്റെ ഒരു കോമാ സ്റ്റേജിലോ ചെവി കേൾക്കത്തില്ല, ഇങ്ങനെ ഒത്തിരി സൈഡ് എഫക്റ്റ് അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഒരു പെർ ഡേ 75,000 ഇഞ്ചക്ഷനാണത്. അതൊരു 5 days കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ എന്തായാലും അവർ പറഞ്ഞു ജസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് നോക്ക്, കിട്ടിയാൽ കിട്ടി, ഞങ്ങൾ എന്തായാലും നമുക്ക് മാക്സിമം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ചെയ്തു. നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, ലോകത്തിലുള്ള എല്ലാവരും, ഒരുപക്ഷെ ഞങ്ങൾ ജയിക്കിൻ്റെ വിവരങ്ങൾ അറിയുന്നതിനേക്കാൾ മുന്നമേ ഓൺലൈൻ മീഡിയയിലൂടെ അനേക ദൈവമക്കൾ ഞങ്ങൾ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവനോട് കൂടെ ഇരിക്കുമ്പോൾ, അവൻ്റെ കൈ അനങ്ങുന്നില്ല, കാലനങ്ങാതെ കിടക്കുമ്പോൾ, ഒരേ ബോഡിയുടെ ഓരോ ഭാഗങ്ങൾ ചേഞ്ച് ചെയ്യും. നമ്മുടെ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ വായിക്കുന്ന പോലെ 37 വാക്യം 5-6 വാക്യങ്ങൾ, യഹോവേ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. ഇതായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ കൈ അനങ്ങുന്നു, റൈറ്റ് ഹാൻഡ് അനങ്ങി. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, എന്നിട്ട് ഷാമിലെ റൈറ്റ് ഹാൻഡ് ആ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുക, ഇനി അപ്പുറത്തെ സൈഡിൽ വന്നു. ഓൺ ദ സ്പോട്ട് ആ സൈഡിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ സൈഡിൽ, കാലുകൾ കൈകൾ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എടുത്തു പൊക്കി, ഡെഡ് ബോഡി എടുത്ത് പൊക്കുന്ന പോലെ എടുത്ത് പൊക്കി ഇരുത്തി അവനെ പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. അവന് എഴുന്നേറ്റ് നടക്കുവാനും ഒരു മെഡിക്കേഷൻ പോലും ഇല്ലാതെ അവനെ പൂർണ്ണ സൗഖ്യത്തോടെ ദൈവം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ആർക്കും ഒന്നും പുകഴുവാനില്ല. ഒരു ചെറിയൊരു പനിയാണ് ഡെങ്കുവായി ഈ ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോയി. എന്നിരുന്നാലും കഷ്ടതയുടെ നടുവിൽ നമ്മളെ വിടാത്ത ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. എത്ര പ്രതിസന്ധിയാണെങ്കിലും വിശ്വസ്തരായിട്ട് നിൽക്കുക, നമ്മളെ കരുതുവാൻ ഏലിയാവിൻ്റെ കാക്കയെ പോലെ ദൂതന്മാരെ കൊണ്ട് ദൈവം നമ്മളെ പോഷിപ്പിക്കാൻ ശക്തരാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആ കഷ്ടതയിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ഓൺലൈൻ മീഡിയാസ്, ഓൺലൈൻ ചാനൽസുകൾ, ക്രിസ്ത്യൻ TV ചാനൽസുകൾ, അവരൊക്കെ 1 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ചെയിൻ പ്രേയേഴ്സുകൾ ഒത്തിരി അറേഞ്ച് ചെയ്തു. കാരണം ഞങ്ങളെ അറിയാത്തവരാ, കുറച്ച് പേര് ഞങ്ങൾക്ക് അറിയാം. ബട്ട് അറിഞ്ഞവരും അറിയാത്തവരും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോയി അനേക ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസഭയുടെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നമുക്ക് തന്നതാണ്. പ്രിയ ജയ്ക്ക് അവൻ ജീവിക്കുന്ന സാക്ഷ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഞങ്ങൾ കുടുംബമായി വളരെ നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഓർമ്മ. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രീസ്, എക്സൽ മീഡിയ, പ്രിയ ബിനു, പാസ്റ്റർ ബിനു ഞങ്ങളുടെ കൂടെ നല്ല ഒറ്റ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുവാൻ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ദേവാസനെയും തൻ്റെ മിനിസ്ട്രീസിനെയും, എക്സൽ മിനിസ്ട്രീസ്, എക്സൽ VBS, എക്സൽ ഓൾ പ്രോഗ്രാംസിനെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും അനേക യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവനാമത്തിൽ ജയ്ക്കിനെ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ മുൻപോട്ട് കൊണ്ടുവരുവാൻ, അവരൊക്കെ കൈപിടിച്ച് ആത്മീയ നിലവാരത്തിൽ അവരുടെ മാനസികമായി തകർന്നു പോകുന്ന സമയങ്ങളിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ എക്സൽ മിനിസ്ട്രി ടീമിനെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനത്തെ അറിയിക്കും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ടെസ്റ്റിമണിയാണ്. കർത്താവ് ഇത്രയും അത്ഭുതകരമായിട്ട് നിങ്ങൾ വിടുവിച്ചു. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ ജയ്ക്കിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. പാസ്റ്റർ ബിനോജി വിൽസൺ ആണെങ്കിലും സിസ്റ്റർ ഷാംലി ഇതുവരെ തീരെ വയ്യാതിരിക്കുവാന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അത്ഭുതം ചെയ്തു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് ഇരുന്നാൽ, കർത്താവിന് സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, നമ്മുടെ രോഗത്തിന് സൗഖ്യമുണ്ട്. കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നും തന്നെയില്ല. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
ഈ ഒരു ടെസ്റ്റിമണി എല്ലാവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.